श्रीचैतन्यमनोभीष्टं स्थापितं येन भूतले स्वयं रूपकदा मह्यं ददाति स्वपदान्तिकं। वन्देऽहं श्रीगुरो श्रीयुतापदकमलं श्रीगुरून् वैष्णवांश्च श्रीरूपं साग्रजातं सहगणरघुनाथान्वितं तं सजीवं साद्वैतं सावधूतं परिजनसहितं कृष्णचैतन्यदेवं श्रीराधाकृष्णपादान् सहगणललिता श्रीविशाखान्वितांश्च पञ्चतत्त्वात्मकं कृष्णं भक्तरूपस्वरूपकं भक्तावतारं भक्ताख्यं नमामि भक्तशक्तिकं। नमो विष्णुपादाय कृष्णप्रेष्ठाय भूतले श्रीमते जयपताका स्वामिन् इति नामिने। नमो ओमाचार्यपादाय निताय कृपाप्रदायिने गौरकथामदाय नगरग्रामतारिणे। नमो विष्णुपादाय कृष्णप्रेष्ठाय भूतले श्रीमते भक्तिवेदान्त स्वामिन् इति नामिने। नमस्ते सारस्वते देवे गौरवाणी प्रचारिणे निर्विशेष शून्यवादी पाश्चात्य जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर श्रीवासादि गौर भक्त वृंद मूकं करोति वाचालं भंगुं लंघयते गिरिं यत्कृपातमहं वन्दे श्रीगुरुं दीनतारिणं परमानन्दमाधवं श्रीचैतन्यमीश्वरं कृष्णाय वासुदेवाय देवकी नंदनाय च नन्दगोपकुमाराय गोविन्दाय नमो नमः। ओम नमो भगवते वासुदेवाय। ओम नमो भगवते वासुदेवाय। ओम नमो भगवते वासुदेवाय। ഹരേ കൃഷ്ണ. ഇന്ന് നമ്മൾ നരോത്തം ദാസ് ഠാക്കൂറിനെ കുറിച്ചിട്ടാണ് നമ്മൾ ഇന്ന് മനസ്സിലാക്കാൻ പോകുന്നത്. നരോത്തം ദാസ് ഠാക്കൂറിനെ കുറിച്ച് അറിവുള്ളതായിരിക്കും എല്ലാവർക്കും. കാരണം നമ്മളുടെ ഇസ്കോണില് അദ്ദേഹത്തിന്റെ ധാരാളം കീർത്തനങ്ങൾ, വളരെ മനോഹരമായിട്ടുള്ള കീർത്തനങ്ങൾ എല്ലാവരും ആലപിക്കാറുണ്ട്. നരോത്തം ദാസ് ഠാക്കൂർ ഖേത്തുരി, ബംഗ്ലാദേശിലെ ഖേത്തുരി ഗ്രാമത്തിലാണ് ജനിക്കുന്നത്. ഒരു വലിയൊരു ജന്മയുടെ മകനായിട്ടാണ് അദ്ദേഹം അവിടെ ജനിക്കുന്നത്. അദ്ദേഹത്തിന്റെ പിതാവിന്റെ പേര് കൃഷ്ണാനന്ദ ദത്ത, അമ്മ ശ്രീമതി നാരായണി ദേവി. 1531 നരോത്തം ജനിക്കുന്നത് അവിടെ ഖേത്തുരി ഗ്രാമത്തില്. ഖേത്തുരി ഗ്രാമം ഗോപാൽപൂർ ജില്ലയിലാണ്. ആ അന്നത്തെ പേര് ഗോപാൽപൂർ എന്നാണ്. ഇന്നിപ്പോ ആ പേരൊക്കെ മാറിയിട്ടുണ്ടാവാം. നരോത്തം ദാസ് ഠാക്കൂർ എന്ന് പറയുന്നത് ഗോലോകത്തിലെ രാധാകൃഷ്ണ നിത്യലീലയിലെ ചെമ്പക മഞ്ചരിയാണ്. ഇവരൊക്കെ മഹാപ്രഭുവിനെ സഹായിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഭൗതിക ലോകത്തിൽ വന്നിരിക്കുന്നത്. നമുക്കറിയാം, മഹാപ്രഭു വൃന്ദാവനത്തിലേക്കുള്ള യാത്രക്കിടയിൽ രാമകേളിയിൽ വരും. കാനായി നാട്ടശാലയിലൂടെ നടന്ന് രാമകേളിയിൽ എത്തിച്ചേരും. എന്തിനാണ് രാമകേളിയിൽ വരുന്നത്? ആരെ കാണാനാണ്? പറയാമോ ആർക്കെങ്കിലും? ഞാൻ പറഞ്ഞതാണ്, ഓർമ്മയുണ്ടോ ആർക്കെങ്കിലും? മഹാപ്രഭു എന്തിനാണ് രാമകേളിയിൽ വന്നത്? ഹരേ കൃഷ്ണ. രൂപ ഗോസ്വാമിയും സനാതന ഗോസ്വാമിയും കാണുന്നതിന് വേണ്ടിയിട്ടാണ്, അവർക്ക് ദർശനം കൊടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് രാമകേളിയിൽ എത്തിച്ചേർന്നത്. ഞാനിത് രൂപ ഗോസ്വാമിയുടെ സനാതന ഗോസ്വാമിയെ കുറിച്ച് പറഞ്ഞപ്പോൾ, രഘുനാഥ് ദാസ് ഗോസ്വാമിയെ കുറിച്ച് പറഞ്ഞപ്പോഴൊക്കെ ഇത് പറഞ്ഞതാണ്, രാമകേളി. അപ്പം മഹാപ്രഭു ബംഗാളില് നവദ്വീപില് ഒക്കെ ഉടനീളം കൃഷ്ണപ്രേമം വിതരണം ചെയ്തു. അപ്പൊ ഇനി മഹാപ്രഭു ഉദ്ദേശിച്ചത് എന്താണ്? പത്മ നദിയുടെ തീരത്ത് ഉള്ള ആ പ്രദേശങ്ങളിലൊക്കെ കൃഷ്ണപ്രേമം വിതരണം ചെയ്യണം. അതിനു വേണ്ടിയിട്ടാണ് നടന്ന്
അപ്പൊ കൂടെ നിത്യാനന്ദ പ്രഭു ഉണ്ട്, ഹരിദാസ് ഠാക്കൂർ ഉണ്ട്, മറ്റ് അനുയായികളും ഒക്കെ ഉണ്ട്. അപ്പൊ നരോത്തം ദാസ് ഠാക്കൂർ ആ സമയം ഈ ഭൂമിയിൽ ജനിച്ചിട്ടില്ല. അപ്പം ശ്രീ ചൈതന്യ മഹാപ്രഭു പത്മാ നദിയുടെ തീരത്ത് വന്നപ്പോൾ ആ സ്ഥലത്തിനോട് അടുക്കാറായപ്പോൾ ഭയങ്കരമായിട്ടുള്ള എക്സ്റ്റസിയോടെ നരോത്തം നരോത്തം എന്ന് വിളിച്ച് അതിഭയങ്കരമായിട്ട് നൃത്തം ചെയ്യാനും സങ്കീർത്തനം ചെയ്യാനും ഒക്കെ തുടങ്ങി. അപ്പം നിത്യാനന്ദ പ്രഭു ഉണ്ട്, ഹരിദാസ് ഠാക്കൂർ ഉണ്ട്, ഇവരൊക്കെ ചോദിച്ചു എന്തിനാണ് നരോത്തം വിളിക്കുന്നത്? നരോത്തം ഇതേവരെയും ഈ ഭൗതിക ലോകത്തിൽ വന്നിട്ടില്ല, എന്തിനാണ് നരോത്തമിനെ വിളിക്കുന്നത്? അപ്പം മഹാപ്രഭു അവരോട് പറഞ്ഞു, ഞാൻ കൃഷ്ണപ്രേമം ഈ ഇത്രയും പ്രദേശങ്ങളിലൊക്കെ വിതരണം ചെയ്തു കഴിഞ്ഞു, ഇനി ഈ ഭാഗങ്ങളിലാണ് അത് വിതരണം ചെയ്യേണ്ടത് നരോത്തമനാണ്. അതിനു വേണ്ടിയിട്ടാണ് ഞാൻ നരോത്തമനെ വിളിച്ച് നരോത്തമനെ സംബോധന ചെയ്തത്. അപ്പൊ ഈ കൃഷ്ണപ്രേമം ഞാൻ ഈ പത്മാവതി നദിയില് സൂക്ഷിച്ചു വെക്കാന് ഞാൻ ആഗ്രഹിക്കുന്നു. കാരണം മഹാപ്രഭുവിന് അറിയാം മഹാപ്രഭുവിന് നരോത്തമനെ ദർശനം കൊടുക്കാൻ സാധിക്കില്ല, അതിനു മുമ്പ് മഹാപ്രഭു ഭൗതിക ലോകം ഉപേക്ഷിച്ച് പോകും എന്ന് മഹാപ്രഭുവിന് അറിയാം. അതിനു വേണ്ടി ഞാൻ കൃഷ്ണപ്രേമം ഇവിടെ പത്മാവതി നദിയിൽ സൂക്ഷിച്ചു വെക്കാൻ പോവുകയാണ്. ഇതും പറഞ്ഞിട്ട് അടുത്ത ദിവസം രാവിലെ മഹാപ്രഭു നിത്യാനന്ദ പ്രഭു, ഹരിദാസ് ഠാക്കൂറെ കൂടാതെ മറ്റുള്ളവരെ എല്ലാം കൂട്ടി പത്മാ നദിയുടെ തീരത്ത് വരികയും അവിടെ ഇറങ്ങി സ്നാനം ചെയ്തു. സ്നാനം ചെയ്യാൻ വെള്ളത്തിൽ ഇറങ്ങി എല്ലാവരും കൂടി ആ വെള്ളത്തിൽ ഇറങ്ങി നിന്നുകൊണ്ട് ഭയങ്കരമായിട്ടുള്ള ഭക്തിയുടെ ഉന്മാദ ലഹരിയിൽ അവിടെ നിന്ന് തിരുനാമം ജപിക്കാനും ഉച്ചത്തിൽ എല്ലാവരും കൂടി സങ്കീർത്തനം ചെയ്യുകയും ആ വെള്ളത്തിൽ നിന്ന് നൃത്തം ചെയ്യുകയും ചെയ്തു. അപ്പം അവരുടെയൊക്കെ ബലം എന്ന് പറയുന്നത് ആർക്കും പിടിച്ചാൽ 1000 ആൾക്കാർ ഒത്തുചേർന്ന് പിടിച്ചാലും അവരെ ഒന്ന് അനക്കാൻ പോലും സാധിച്ചില്ലെന്നാണ് പറയുന്നത്. അത്രയ്ക്ക് ഭക്തിയുടെ ഉന്മാദ ലഹരിയിലായിരുന്നു എല്ലാവരും. എന്നിട്ട് പത്മാവതി നദിയെ വിളിച്ചു. പത്മാവതി നദി പ്രത്യക്ഷപ്പെട്ടു. അപ്പൊ ചോദിച്ചു, അങ്ങ് എന്തിനാണ് എന്നെ സ്മരിച്ചത്? അപ്പം പറഞ്ഞു, ഞാന് നരോത്തമിന് വേണ്ടി നിന്റെ ഉള്ളില് ആ ജലത്തിൽ ഞാൻ കൃഷ്ണപ്രേമം സൂക്ഷിച്ചു വെക്കുകയാണ്, അത് നരോത്തമൻ വരുമ്പോൾ ഇത് നരോത്തമന് കൊടുക്കണം. അപ്പൊ പത്മാവതി ചോദിച്ചു, ഞാൻ എങ്ങനെ മനസ്സിലാക്കും നരോത്തമനെ? എങ്ങനെ എനിക്ക് തിരിച്ചറിയാൻ സാധിക്കും? അപ്പൊ മഹാപ്രഭു പറഞ്ഞു, നരോത്തമൻ ഈ ജലത്തിൽ കാല് വെക്കുമ്പോൾ നദിയിലെ ജലനിരപ്പ് ഉയർന്ന കര കവിഞ്ഞൊഴുകും. അതുപോലെ തന്നെ മഹാപ്രഭു അനുയായികളും അവിടെ നൃത്തം ചെയ്യുന്ന സമയത്ത് പത്മാവതി നദിയിലെ ജലം കര കവിഞ്ഞൊഴുകി ആ ഗ്രാമങ്ങളിലൊക്കെ വെള്ളം കയറി എല്ലായിടത്തും. അപ്പൊ മഴക്കാലം ആയിരുന്നില്ല, എന്നിട്ടും സമീപ പ്രദേശങ്ങളിലുള്ള ഗ്രാമങ്ങളിലെല്ലാം വെള്ളം കയറുകയും അപ്പൊ ആൾക്കാർക്കൊക്കെ അത്ഭുതമായി, ഈ സമയത്ത് പെട്ടെന്നൊരു വെള്ളപ്പൊക്കം എങ്ങനെ സംഭവിച്ചു എന്ന്. അപ്പോഴാണ് അവർക്ക് മനസ്സിലായത് മഹാപ്രഭു അവിടെ ഉണ്ട് എന്ന്. അപ്പൊ ഇതും പറഞ്ഞ് പത്മാവതി നദിയിലേക്ക് ആ കൃഷ്ണപ്രേമം സൂക്ഷിച്ചു. പത്മാവതി സമ്മതിച്ചു. പത്മാവതി അപ്രത്യക്ഷയായി. മഹാപ്രഭു കൂട്ടരും കരയ്ക്ക് കയറി അവര് സങ്കീർത്തനത്തിനായി യാത്ര തുടർന്നു. അങ്ങനെ ഇരിക്കെ അങ്ങനെ ആ ഇടയ്ക്കാണ് കൃഷ്ണാനന്ദനും ദത്തയ്ക്കും അതുപോലെ തന്നെ നാരായണി ദേവിക്കും ഈ മകൻ ജനിക്കുന്നത്. കൃഷ്ണാനന്ദ ദത്തയ്ക്ക് ഒരു സഹോദരനും കൂടിയുണ്ട്, പുരുഷോത്തമ ദത്ത. ഇവര് കായസ്ഥ വിഭാഗത്തിൽപ്പെട്ടവരാണ്. കായസ്ഥ വിഭാഗം എന്ന് പറഞ്ഞാല് അവര് ശൂദ്ര വിഭാഗമാണ്, പക്ഷെ അതീവ സമ്പന്നരാണ്. അതുകൊണ്ട് എല്ലാവരും തന്നെ ബഹുമാനിച്ചിരുന്നു കായസ്ഥ വിഭാഗക്കാരെ. ആ ഒരു കുടുംബത്തിലാണ് നരോത്തമ ജനിക്കുന്നത്. അപ്പം കുട്ടിയുടെ ജനനം വളരെ കെങ്കേമമായിട്ട് കൃഷ്ണാനന്ദ ദത്ത ആഘോഷിച്ചു. എല്ലാവരെയും വിളിച്ചു, ബ്രാഹ്മണരെ വിളിച്ചു, അവർക്കൊക്കെ ദാനം കൊടുത്തു, വേദമന്ത്രങ്ങൾ ഉരുവിട്ടു. അപ്പൊ ഒരു ജ്യോതിഷി പറഞ്ഞു, ഈ കുട്ടി വളർന്ന വലിയൊരു മഹാത്മാവായി തീരും, ഇവൻ ഭക്തി പ്രചരിപ്പിക്കും എന്ന് അവിടെ ഉണ്ടായിരുന്ന ഒരു ജ്യോതിഷി അദ്ദേഹത്തിനോട് പറയുകയും ചെയ്തു. അപ്പൊ ഇത് കേട്ട കൃഷ്ണാനന്ദ ദത്തയ്ക്ക് വളരെയധികം സന്തോഷമായി. അത് തന്നെയുമല്ല, നിങ്ങൾക്ക് വളരെയധികം നന്മ ഈ കുട്ടി കൊണ്ടുവരും. ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്നതിനിടയിൽ തന്നെ ഒരാൾ വന്നിട്ട് ഒരു സഞ്ചിയിലെ 10,000 സ്വർണ്ണ നാണയം ഈ കൃഷ്ണാനന്ദത്തെ ഏൽപ്പിക്കുകയും ചെയ്തു. അപ്പൊ എല്ലാവർക്കും ബോധ്യമായി, ഈ കുട്ടി ശരിക്കും ഒരു സാധാരണ ശിശുവല്ല, ഇതൊരു ദിവ്യ ശിശുവാണ് എന്ന് എല്ലാവർക്കും മനസ്സിലായി. അങ്ങനെ ആ ജന്മദിനം ആഘോഷിച്ച് എല്ലാവർക്കും ധാരാളം ദാനം ചെയ്തു കൃഷ്ണാനന്ദ ദത്ത.
അത് കഴിഞ്ഞിട്ട് പിന്നീട് അടുത്തതെന്ന് പറയുന്നത് അന്നപ്രാശനം, അതായത് ചോറൂണ്. അതിന്റെ സമയമായി. അപ്പോഴും അദ്ദേഹം എല്ലാവരെയും വിളിച്ചു കൂട്ടി ചോറൂണിനുള്ള എല്ലാ ഒരുക്കങ്ങളും നടത്തി. ആ കുട്ടിയെ മടിയിൽ വെച്ചിട്ട് അദ്ദേഹം ചോറ് കൊടുക്കാനായിട്ട് കയ്യിൽ ചോറെടുത്തിട്ട് ആ കുട്ടിയുടെ വായിൽ വെച്ചു കൊടുക്കാൻ ശ്രമിച്ചിട്ട് ആ കുട്ടി എന്ത് ചെയ്ത വായ തുറക്കില്ല, വായ അടച്ചു പിടിച്ചിരിക്കുകയാണ്. ഇവരാകുന്നതെല്ലാം പരിശ്രമിച്ചു, കളിപ്പാട്ടങ്ങളൊക്കെ കൊണ്ടുവന്ന് കാണിച്ചു, പക്ഷെ ആ കുട്ടി വായ തുറക്കുന്നതേ ഇല്ല. അപ്പൊ എല്ലാവർക്കും അത്ഭുതമായി, ഇതെന്തും അറിയുമായി, ഇതെന്താണ് ഈ കുട്ടി വായ തുറക്കാത്തത് എന്ന്. അപ്പൊ അവിടെ ഒരു ജ്യോതിഷി ഉണ്ടായിരുന്നു. പണ്ട് കാലത്ത് ഇതിനൊക്കെ വളരെയധികം പ്രാധാന്യമുള്ള കാലമാണ്. അപ്പൊ ആ ജ്യോതിഷി പറഞ്ഞു, ഈ കുട്ടി ഇങ്ങനെ അന്നം കൊടുത്താൽ അത് കഴിക്കില്ല, അതിന് ശ്രീകൃഷ്ണ ഭഗവാന് നിവേദിച്ചിട്ട് ആ അന്നം കൊടുക്കുമെങ്കിൽ ആ കുട്ടി വായ തുറക്കുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ കൃഷ്ണാനന്ദ ദത്ത ഭഗവാൻ ഓഫർ ചെയ്തിട്ട് ആ പ്രസാദമാക്കിയിട്ട് അത് കൊടുത്തപ്പോൾ ആ കുട്ടി വളരെ സന്തോഷത്തോടെ അത് കഴിച്ചു. അതിൽ പിന്നീട് കൃഷ്ണാനന്ദ ദത്ത പറഞ്ഞു, ഈ കുട്ടിക്ക് ഇനി ഭഗവത് പ്രസാദം അല്ലാതെ ഒന്നും കൊടുക്കരുത് എന്ന് പറഞ്ഞ് ഏൽപ്പിക്കുകയും ചെയ്തു. അങ്ങനെ ആ കുട്ടി വലുതായി. പിന്നീട് വിദ്യാഭ്യാസം, അതിന് ആളെ കണ്ടുപിടിച്ച് വിദ്യാഭ്യാസത്തിനുള്ള ഏർപ്പാടുകൾ ചെയ്തു. അതീവ സമർത്ഥനായിട്ട കുട്ടി അത് ഒരു തവണ കേട്ടാൽ മതി, അപ്പോൾ തന്നെ എല്ലാം ഹൃദയസ്ഥമാക്കുമായിരുന്നു. അങ്ങനെ സംസ്കൃതം, ശാസ്ത്രങ്ങളെ ഇതെല്ലാം വളരെ വേഗം പഠിച്ചെടുത്തു. അപ്പൊ ആ പഠിപ്പിച്ച ഗുരുവിന് പോലും വളരെയധികം അത്ഭുതമായി, ഇത് എന്ത് ശിശുവാണിത്, ഇവൻ നിസ്സാരക്കാരനല്ല എന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. അപ്പൊ അങ്ങനെ, പക്ഷെ ഈ കുട്ടി എന്ന് വെച്ചാല് ജന്മനാ തന്നെ അതീവ സമ്പന്നതയുടെ നടുവിലാണ് ജനിച്ചതെങ്കിലും വളരെ വിരക്തനായിരുന്നു. ഭൗതികമായിട്ട് ഒരു കാര്യങ്ങളിൽ ഈ കുട്ടിക്ക് താല്പര്യമില്ല. കുട്ടിക്കാലം മുതലേ പഞ്ചതത്വയാണ് ആരാധിച്ചിരുന്നത്. മഹാപ്രഭുവിന്റെ, നിത്യാനന്ദ പ്രഭുവിന്റെ ഭക്തനായിട്ടാണ് കുട്ടി വളർന്നു വലുതായത്. അപ്പം അച്ഛനമ്മമാരെന്തു തീരുമാനിച്ചു, ഇവൻ പരിത്യാഗിയായിട്ട് രഘുനാഥ് ദാസ് ഗോസ്വാമിയെ പോലെ വീട് വിട്ടുപോയെങ്കിൽ എന്നൊരു ഭയം അവർക്ക്. അതിനായിട്ട് എപ്പോഴും സെക്യൂരിറ്റി ഗാർഡ്സിനെ ഏർപ്പാടാക്കിയിരുന്നു. ഈ കുട്ടി പുറത്തു പോയാലും ഒക്കെ കൂടെ അകമ്പടിക്ക് ആൾക്കാരുണ്ടാവും, ഒരു തരത്തിലും വീട് വിട്ടു പോകരുത് എന്ന് ഇവരതിൽ വളരെയധികം ശ്രദ്ധിച്ചിരുന്നു. അങ്ങനെ 12 വയസ്സായപ്പോൾ ഇവരെന്ത് തീരുമാനിച്ചു, ഉടനെ തന്നെ വിവാഹം കഴിപ്പിക്കാൻ, കുട്ടിയാണെങ്കിലും വിവാഹം കഴിപ്പിക്കാമെന്ന് തീരുമാനിച്ച് അതിനായിട്ട് ആലോചന തുടങ്ങി. അപ്പം നരോത്തമന് മനസ്സിലായി, അച്ഛനമ്മമാരെന്നെ ഈ ഭൗതികതയിൽ കുടുക്കിയിടാനാണ് ശ്രമിക്കുന്നത് എന്ന്. അപ്പൊ അദ്ദേഹത്തിന് വളരെയധികം വിഷമം തോന്നി. അന്ന് രാത്രിയില് നിത്യാനന്ദ പ്രഭു സ്വപ്നത്തിൽ വന്നിട്ട് നിത്യാനന്ദ പ്രഭു നരോത്തമനോട് പറഞ്ഞു, നീ എന്താണ് ഇങ്ങനെ ഒരു ഉത്കണ്ഠയും ഇല്ലാതെ നീ ഇങ്ങനെ ജീവിതം കഴിച്ചുകൂട്ടാനാണോ തീരുമാനിച്ചിരിക്കുന്നത്? നിന്റെ യഥാർത്ഥ സ്വരൂപ സ്ഥിതി എന്താണെന്ന് നിനക്ക് ഓർമ്മയില്ലേ എന്ന്. അതുകൊണ്ട് നീ എന്ത് ചെയ്യണം, ഇങ്ങനെ ഇരിക്കാതെ നാളെ രാവിലെ നീ പത്മ നദിയിൽ പോയി കുളിക്കണം. അവിടെ മഹാപ്രഭു നിനക്ക് വേണ്ടി കൃഷ്ണ പ്രേമം അവിടെ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്, പത്മാവതി നദിയിൽ. നീ അവിടെ കുളിക്കുന്ന സമയത്ത് പത്മാവതി നിനക്ക് ആ കൃഷ്ണപ്രേമം തിരിച്ചു തരും. അത് കഴിയുമ്പോൾ നിനക്ക് മനസ്സിലാകും നീ എന്താണ് ചെയ്യേണ്ടത്. അങ്ങനെ നിത്യാനന്ദ പ്രഭുവിന്റെ നിർദ്ദേശം അനുസരിച്ചിട്ട് അടുത്ത ദിവസം രാവിലെ ആരോടും പറയാതെ നരോത്തമന് നദിയിലെ കുളിക്കാനായിട്ട് പോയി. പക്ഷെ കുറച്ചു നേരമായിട്ടും നരോത്തമനെ കാണുന്നില്ല. അപ്പൊ വീട്ടിൽ അന്വേഷണമായി. അപ്പൊ ആ സമയത്ത് നരോത്തമൻ ആ ജലത്തിൽ കാലെടുത്ത് വെച്ച ഉടൻ തന്നെ ആ നദിയിലെ ജലം ഉയർന്നു പൊങ്ങി കരയിലേക്ക് ഒഴുകി തുടങ്ങി. അപ്പൊ പത്മാവതി ദേവിക്ക് മനസ്സിലായി, ഇത് നരോത്തമനാണ്, മഹാപ്രഭു എന്നെ ഏൽപ്പിച്ചിരുന്നതാണല്ലോ എന്ന്. അപ്പൊ പത്മാവതി അവിടെ പ്രത്യക്ഷപ്പെട്ടിട്ട് നരോത്തമന് ആ കൃഷ്ണ പ്രേമം കൊടുത്തു. എന്നിട്ട് കാര്യങ്ങൾ പറഞ്ഞു, മഹാപ്രഭു എന്നെ നിനക്ക് തരാൻ വേണ്ടി ഏൽപ്പിച്ചതാണ് എന്ന് പറയുകയും ചെയ്തു. അങ്ങനെ നരോത്തമൻ ആ നദിയിൽ അവിടെ സ്നാനം ചെയ്തിട്ട് ആ നദിയിലെ ജലം കൈക്കുമ്പിളിലെടുത്ത് കുടിച്ചു. അപ്പൊ കൃഷ്ണ പ്രേമത്താൽ ഉന്മത്തനായി നരോത്തം. ആ നരോത്തമന്റെ നിറം എന്ന് പറയുന്നത് കറുപ്പല്ലെങ്കിലും ആ ഒരു എന്താ പറയുക, ഇരുണ്ട നിറമായിരുന്നു, കറുപ്പ് കലർന്ന ഇരുണ്ട നിറം. പക്ഷെ ആ നദിയിൽ സ്നാനം ചെയ്തു ഈ കൃഷ്ണ പ്രേമം സ്വീകരിച്ചതിന് ശേഷം നരോത്തമന്റെ രൂപമേ മാറി, നല്ല സുവർണ നിറത്തിലായി മാറി നരോത്തമൻ. അത്യധികം തേജസ് ആയിരുന്നു. ശിശുവായിരുന്നപ്പോൾ ഉള്ളതിനെക്കാട്ടിലും അമിതമായിട്ടുള്ള തേജസ്, ഇങ്ങനെ അതുപോലെ തന്നെ പ്രകാശം പുറത്തേക്ക് വമിക്കാൻ തുടങ്ങി. അപ്പം നരോത്തമന് മനസ്സിലായി തനിക്ക് കൃഷ്ണപ്രേമം കിട്ടിയിരിക്കുന്നു. ആ ഭക്തിയാൽ ഉന്മത്തനായി ആ കുട്ടി. അപ്പൊ ആ കുട്ടി കരയിൽ ഇങ്ങനെ നിന്ന് മഹാപ്രഭുവിനെ കുറിച്ചൊക്കെ ചിന്തിച്ചിട്ട് അവിടെ നിന്ന് കരയാനും ചിരിക്കാനും നൃത്തം ചെയ്യാനും തിരുനാമം ജപിക്കാനും ഒക്കെ തുടങ്ങി. അപ്പൊ അച്ഛനമ്മമാർ ഇങ്ങനെ അന്വേഷിച്ച് നടക്കുകയാണ്. എല്ലാവരും അവിടെ ഇവിടെയൊക്കെ നരോത്തമനെ വിളിച്ച് നടക്കുന്നുണ്ട്. പക്ഷെ
കണ്ടു കിട്ടുന്നില്ല. അപ്പൊ ഇവരെ പത്മാവതി നദിയുടെ തീരത്ത് കൂടി ഇവര് നടന്നു പോകി. കുട്ടി അവിടെ നിൽക്കുന്നുണ്ട്, പക്ഷെ അവർക്ക് അവരുടെ ഉണ്ണിയാണെന്ന് മനസ്സിലായില്ല. അവര് നരോത്തമനെ കടന്നുപോയി. അപ്പൊ നരോത്തമൻ വിളിച്ചു, അച്ഛാമ്മ, ഞാൻ നിങ്ങളുടെ മകനായ നരോത്തമനാണ് എന്ന് പറഞ്ഞു. അപ്പോൾ അവർക്ക് തിരിച്ചറിയുന്നില്ല, കാരണം ആകെ രൂപം മാറിയിരിക്കുന്നു. നല്ല കറുപ്പ് നിറമായിരിക്കുന്നു. അത് തന്നെയല്ല, ഭക്തിയാൽ ഉന്മത്തനായിട്ട് ഗൗരംഗ ഗൗരംഗ എന്നിങ്ങനെ ഉച്ചരിക്കുകയാണ്. അപ്പൊ അവരടുത്ത് വന്നു. അപ്പൊ പറഞ്ഞു, നരോത്തമൻ നമസ്കരിച്ചിട്ട് പറഞ്ഞു, ഞാൻ നിങ്ങളുടെ മകൻ തന്നെയാണ്, നടന്ന സംഭവങ്ങളൊക്കെ പറഞ്ഞു. അപ്പൊ അവര് വേഗം വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. അപ്പൊ അവർക്ക് ഭയമായി. അപ്പൊ ഇവർക്ക് ഉറപ്പായി നരോത്തമൻ വീട് വിട്ടു പോകുമെന്ന്. അപ്പൊ അങ്ങനെ വൃന്ദാവനത്തിലേക്ക് പോകണമെന്നുള്ള ഉത്കടമായിട്ടുള്ള ആഗ്രഹം നരോത്തമനിൽ വന്നു. അപ്പൊ എങ്ങനെയും വൃന്ദാവനത്തിൽ എത്തണം. അതിനായിട്ട് അവസരം പാർത്ത് ഒരു ദിവസം അച്ഛനും അച്ഛന്റെ സഹോദരനായ പുരുഷോത്തമ ദത്തയും കൂടി എന്തോ ബിസിനസ് ആവശ്യത്തിനായിട്ട് പുറത്തുപോയി. ആ സമയം കാവൽക്കാരുടെ കണ്ണു വെട്ടിച്ച് നരോത്തമൻ വീടിന് പുറത്തു കടന്ന് വൃന്ദാവനത്തിലേക്ക് യാത്രയായി. അപ്പം കാൽനടയായിട്ടാണ് അന്ന് വൃന്ദാവനത്തിലെ എല്ലാം കാൽനടത്തെ പോലെ വാഹനങ്ങളൊന്നുമില്ല. അങ്ങനെ കുറെ ദിവസം 15 ദിവസത്തോളം എടുത്തു എന്നാണ് പറയുന്നത്. ജലവും ആഹാരവും ഒന്നും ഇല്ലാതെ നടക്കുക. ക്ഷീണം തോന്നുമ്പോൾ എവിടെയെങ്കിലും വിശ്രമിക്കും. അങ്ങനെ ഒരു വൃക്ഷത്തിന്റെ ചുവട്ടിലായിരുന്നു വിശ്രമിക്കുമ്പോൾ ഒരു കുട്ടി വന്നിട്ട് ഒരു ചെറിയ കലത്തില് പാല് കൊടുത്തിട്ട് പറഞ്ഞു, നീ ഇത് കുടിക്കൂ. ഇത് കുടിച്ചാലും നിന്റെ ക്ഷീണമൊക്കെ മാറിപ്പോകും. നിനക്ക് വൃന്ദാവനത്തിലേക്ക് നടക്കാനുള്ള ഉന്മേഷം നിനക്ക് കിട്ടും. പെട്ടെന്ന് നിനക്ക് വൃന്ദാവനത്തിൽ എത്തിച്ചേരാനും സാധിക്കും. അത് ശ്രീ ചൈതന്യ മഹാപ്രഭു തന്നെയായിരുന്നു. ഇതും പറഞ്ഞ ആ കുട്ടി അപ്രത്യക്ഷനായി. പക്ഷെ നരോത്തമന് അത് വെച്ചും കൊണ്ട് മഹാപ്രഭുവിനെ ഇങ്ങനെ ഗൗരംഗ ഗൗരംഗ എന്ന് പറഞ്ഞ് ഇങ്ങനെ ചിന്തിച്ച് ഇങ്ങനെ അവിടെ ഇരിക്കുകയാണ് ക്ഷീണിതനായി. അപ്പൊ അന്ന് അവിടെ കിടന്ന് ഉറങ്ങിപ്പോയി. അന്ന് രാത്രിയിലെ രൂപ ഗോസ്വാമി സനാതന ഗോസ്വാമിയും സ്വപ്നത്തിൽ വന്നിട്ട് നരോത്തമനെ എഴുന്നേൽപ്പിച്ചിട്ട് അവര് ആ പാല് നിർബന്ധിച്ച് കുടിപ്പിക്കും. അപ്പോള് നരോത്തമൻ ഇങ്ങനെ വിഷമിക്കും, എനിക്ക് രൂപ ഗോസ്വാമിയെ സനാതന ഗോസ്വാമിയെ നമുക്ക് നേരിട്ട് കാണാൻ സാധിച്ചില്ലല്ലോ എന്ന്. അതുപോലെ തന്നെ ശ്രീ ചൈതന്യ മഹാപ്രഭു, നിത്യാനന്ദ പ്രഭു, ഇവരെയൊക്കെ എനിക്ക് കാണാൻ ഉള്ള ഭാഗ്യം എനിക്ക് ഉണ്ടായില്ലല്ലോ എന്നിങ്ങനെ സങ്കടപ്പെടുന്ന സമയത്ത് രൂപ ഗോസ്വാമിയും സനാതന ഗോസ്വാമിയും നരോത്തമന്റെ മുന്നില് പ്രത്യക്ഷപ്പെട്ടിട്ട് അവരെ അനുഗ്രഹിച്ചിട്ട് പറയും, നീ ഈ ഭൗതിക ലോകത്തിൽ ജനിച്ചത് എന്തിനു വേണ്ടിയിട്ടാണ്? മഹാപ്രഭുവിന്റെ ഈ കൃഷ്ണപ്രേമം എല്ലായിടത്തും ലോകമെമ്പാടും വിതരണം ചെയ്യണം. അതിനു വേണ്ടിയിട്ടാണ് നീ ഭൗതിക ലോകത്തിലേക്ക് വന്നത്. അതുകൊണ്ട് നീ ഉടനെ തന്നെ നീ വൃന്ദാവനത്തിലെത്തി അവിടെ ലോകനാഥ് ഗോസ്വാമി ഉണ്ട്. ലോകനാഥ ഗോസ്വാമിയിൽ നിന്നും ദീക്ഷ സ്വീകരിക്കണം. അതുപോലെ തന്നെ ജീവ ഗോസ്വാമി ഉണ്ട്. ജീവ ഗോസ്വാമിയുടെ കീഴിൽ നീ ശാസ്ത്രങ്ങളെല്ലാം പഠിക്കണം. എന്നിട്ട് ബുക്കുകൾ വിതരണം ചെയ്യണം. അപ്പൊ ആ സമയത്ത് ശ്രീനിവാസാചാര്യര്, ശ്യാമാനന്ദ പണ്ഡിറ്റ് ഇവരൊക്കെ വൃന്ദാവനത്തിലുണ്ട്. അതേക്കുറിച്ച് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ്. ബുക്ക് കൊണ്ടുപോയതും ബുക്ക് നഷ്ടപ്പെട്ടതും ആ ബുക്കുകൾ തിരിച്ചു കിട്ടിയതൊക്കെ പറഞ്ഞതാണോ, ഓർമ്മ കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പൊ ഇത് പറഞ്ഞിട്ട് അവര് അപ്രത്യക്ഷരായി. അപ്പം നരോത്തമന് എന്തെന്നില്ലാത്തൊരു ഉത്സാഹം കിട്ടി. അങ്ങനെ അദ്ദേഹം വൃന്ദാവനത്തിലെത്തി നേരെ ജീവ ഗോസ്വാമിയുടെ അടുത്തേക്കാണ് പോയത്. രാധാ ഗോവിന്ദദേവ് ക്ഷേത്രത്തിൽ പോയി. ആ സമയത്ത് ജീവ ഗോസ്വാമി രാധാ ദാമോദര ടെമ്പിളിന്റെ പൂജാരിയാണ്. അപ്പൊ രാധാ ദാമോദരനെ ആരാധിച്ച് അവിടെ കഴിയുകയാണ്. ഗോവിന്ദദേവ് ജിയുടെ ടെമ്പിളിൽ വരും, കാരണം അവിടെ മറ്റു ആചാര്യന്മാരൊക്കെ ഉണ്ട്. അപ്പൊ ജീവ ഗോസ്വാമി അവിടെയും വരും. അങ്ങനെ ജീവ ഗോസ്വാമിയെ കണ്ടുമുട്ടും. അപ്പം ശ്രീ ചൈതന്യ മഹാപ്രഭു ജീവ ഗോസ്വാമിയുടെ സ്വപ്നത്തിൽ വന്ന് ജീവ ഗോസ്വാമിയോട് പറഞ്ഞിരുന്നു, ഇങ്ങനെ നരോത്തമൻ വൃന്ദാവനത്തിൽ വരും, നിന്റെ അടുക്കൽ വരും. അപ്പം നീ അവനെ സ്വീകരിക്കണം, അവന് ശാസ്ത്രങ്ങളൊക്കെ പഠിപ്പിച്ചു കൊടുക്കണം, ലോകനാഥ ഗോസ്വാമിയുടെ അടുക്കൽ അവനെ എത്തിക്കണം, ലോകനാഥ ഗോസ്വാമിയിൽ നിന്നും അവന് ദീക്ഷ കൊടുക്കണം എന്ന്. അപ്പം ഇത് തന്നെ ലോകനാഥ ഗോസ്വാമിക്കും സ്വപ്നത്തില് ശ്രീ ചൈതന്യ മഹാപ്രഭു പറയും, നരോത്തമൻ വരുന്നുണ്ട്, അവനെ ശിഷ്യനായിട്ട് സ്വീകരിക്കണം, അവന് ദീക്ഷ കൊടുക്കണം, മന്ത്രദീക്ഷ കൊടുക്കണമെന്ന് ആവശ്യപ്പെടും. പക്ഷെ ലോകനാഥ ഗോസ്വാമി ആണെങ്കില് ഞാൻ ആർക്കും ദീക്ഷ കൊടുക്കില്ല എന്ന് സത്യപ്രതിജ്ഞ എടുത്ത ഒരു വ്യക്തിയാണ്. ആർക്കുമേ ദീക്ഷ കൊടുക്കില്ല.
അദ്ദേഹം ഏകാന്തമായിട്ട് ഭഗവാനെ ഭജിച്ച് ആ ആനന്ദം സ്വയം അനുഭവിച്ച് കഴിയുന്ന അങ്ങനെയുള്ള ഒരു സ്വഭാവക്കാരനാണ് ലോകനാഥ ഗോസ്വാമി. അപ്പം ജീവ ഗോസ്വാമി എന്ത് ചെയ്യും? നരോത്തമനെ ലോകനാഥ് ഗോസ്വാമിയുടെ അടുത്ത് ആക്കും. അപ്പം നരോത്തമൻ ഇങ്ങനെ അപേക്ഷിക്കും, എനിക്ക് അങ്ങ് ദീക്ഷ തരണം, അങ്ങയിൽ നിന്ന് എനിക്ക് ദീക്ഷ വേണമെന്നുണ്ട്. അപ്പൊ ലോകനാഥ ഗോസ്വാമി തുറന്നു പറയും, ഞാൻ ആർക്കും ദീക്ഷ കൊടുക്കില്ല, ഞാൻ അങ്ങനെ പ്രതിജ്ഞ എടുത്തിട്ടുണ്ട്, എന്നിൽ നിന്ന് ദീക്ഷ കിട്ടില്ല, നീ ജീവഗോസ്വാമിയുടെ ദീക്ഷ വാങ്ങിച്ചുകൊള്ളു. അപ്പൊ പറയും, ഇല്ല, എനിക്ക് അങ്ങ് തന്നെ ദീക്ഷ തരണം. അപ്പൊ പറഞ്ഞു, ഞാൻ തരില്ല, അത് പ്രതീക്ഷിക്കുകയേ വേണ്ട. പക്ഷേ നരോത്തമൻ വിടില്ല. നരോത്തമൻ അവിടെ നിന്ന് ലോകനാഥ ഗോസ്വാമിക്ക് സേവനം ചെയ്തുകൊണ്ട് ലോകനാഥ ഗോസ്വാമിയുടെ കൂടെ അവിടെ താമസിക്കും. എന്നിട്ട് നരോത്തമൻ എങ്ങനെയാണ് സേവനം ചെയ്തതെന്ന് വെച്ചാൽ വളരെ രസകരമായിട്ടുള്ള ഒരു കാര്യമാണ്. ഇപ്പോഴായാലും അതെ, നമുക്ക് ദീക്ഷ കിട്ടണമെങ്കിൽ ഗുരുവാശ്രയൊക്കെ കഴിഞ്ഞാൽ 1 വർഷം കാത്തിരിക്കണം. അതിൻ്റെ ഇടയിൽ ഗുരു നമ്മളെ പലതരത്തിൽ പരീക്ഷിക്കും. ആ പരീക്ഷണങ്ങളൊക്കെ നേരിട്ടതിന് ശേഷമാണ് ദീക്ഷ ലഭിക്കുക. അപ്പം ലോകനാഥ ഗോസ്വാമി പറയുന്ന കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കും. അദ്ദേഹം വെളുപ്പിനെ ഈ 1ഉം 2ഉം നിർവഹിക്കാനായിട്ട്, അന്നൊക്കെ ഈ ടോയ്ലറ്റ് ഒന്നുമില്ല. ഇന്നും വൃന്ദാവനത്തിലൊക്കെ ഉൾപ്രദേശങ്ങളിൽ ചെന്നാൽ ഇന്നും അതാണ് സ്ഥിതി. എല്ലാം പഴയ വൃന്ദാവനം എങ്ങനെയായിരുന്നോ അതുപോലെയാണ് ഇന്നും. വളരെ ഉള്ളിലേക്ക് പോകണം, എന്നാലേ നമുക്ക് ആ വൃന്ദാവനത്തിന്റെ യഥാർത്ഥ രൂപം നമുക്ക് കാണാൻ പറ്റുള്ളൂ. അപ്പൊ അവരൊക്കെ അവിടെ ഈ കുറ്റിച്ചെടികൾ ധാരാളമുണ്ട്, അതിൻ്റെ ഇടയിൽ പോയിരുന്നിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ സാധിക്കുക. അപ്പൊ ലോകനാഥ ഗോസ്വാമി വെളുപ്പിന് എണീറ്റിട്ട് എന്നും ഈ ഒരു സ്ഥലത്ത് പോകും. അവിടെ പോയി കാര്യങ്ങളൊക്കെ നിർവഹിച്ചിട്ട് തിരിച്ചു വരും. അപ്പം ഈ നരോത്തമന് എന്ത് ചെയ്യുമെന്ന് വെച്ചാല്, ലോകനാഥ ഗോസ്വാമി പ്രാഥമിക കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് അവിടെ നിന്ന് തിരിച്ചു പോരുമ്പം നരോത്തമൻ എന്ത് ചെയ്യും? അവിടെ പോയിരുന്നിട്ട് കയ്യിൽ ഒരു ചൂലുമുണ്ട്, അത് സ്വന്തം കൈ കൊണ്ട് വാരി എടുത്തിട്ടത് വേറെ സ്ഥലത്ത് കൊണ്ടുപോയി കളഞ്ഞിട്ട് അവിടെ ചൂലുകൊണ്ട് അടിച്ചു വാരി വൃത്തിയാക്കിയിടും. എന്നിട്ട് ആ ചൂലും തൻ്റെ നെഞ്ചോട് ചേർത്ത് വെച്ചിട്ട് വളരെ ആ ഗുരുവിനോടുള്ള സ്നേഹം അതിലിങ്ങനെ അങ്ങനെ എന്താ പറയുക, പ്രകടിപ്പിക്കുകയല്ല, സ്വയം അനുഭവിക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഇത് കുറേ ദിവസമായപ്പോൾ ലോകനാഥ ഗോസ്വാമി വിചാരിച്ചു, ഇതാരാ ഞാൻ ഈ മലമൂത്ര വിസർജനം ചെയ്യുന്ന സ്ഥലം ഇത് ആരോ വൃത്തിയാക്കുന്നുണ്ടല്ലോ, ഇതാരാ ഇത് എന്ന്. അപ്പൊ ഒരു ദിവസം ലോകനാഥ ഗോസ്വാമി എന്ത് ചെയ്തു എന്ന് വെച്ചാല്, കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് അവിടെ കുറച്ച് ദൂരെ മാറി ഒളിച്ചിരുന്നു. അപ്പൊ അല്പസമയം കഴിഞ്ഞപ്പോൾ നരോത്തമന് അവിടെ വന്നിട്ട് അത് സ്വന്തം കയ്യാലെ വാരി എടുത്തു കൊണ്ട് കളയുന്നു. എന്നിട്ട് അവിടെ ചൂലുകൊണ്ട് അടിച്ചു വാരി വൃത്തിയാക്കും. അപ്പം ലോകനാഥ ഗോസ്വാമി ഓടി വന്നിട്ട് നരോത്തമന്റെ കയ്യിൽ പിടിക്കും. നീ എന്താണ് ഈ കാണിക്കുന്നത്? ഇത്ര ഹീനമായിട്ടുള്ള പ്രവൃത്തി എങ്ങനെ നിനക്ക് ചെയ്യാൻ തോന്നി? നീ എൻ്റെ ഉത്തമ ശിഷ്യൻ തന്നെയാണ് എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം നരോത്തമനെ ആലിംഗനം ചെയ്യും. അപ്പം നരോത്തമൻ ഇതിനു വേണ്ടിയിട്ടാണ് കാത്തിരുന്നത്. അങ്ങനെ ആ നരോത്തമനോടുള്ള ആ സ്നേഹം ഇങ്ങനെ കവിഞ്ഞൊഴുകുക ചെയ്യുക ലോകനാഥ് ഗോസ്വാമിക്ക്. അങ്ങനെ ദീക്ഷ തരാമെന്ന് സമ്മതിക്കുകയും ചെയ്യും. അദ്ദേഹം നരോത്തമനെ കൂട്ടിക്കൊണ്ടുപോയി കുറച്ച് ദിവസം കഴിയുമ്പോൾ മന്ത്രദീക്ഷ കൊടുക്കും. അങ്ങനെ നരോത്തമ ദാസൻ എന്നുള്ള പേരും കിട്ടും. അപ്പൊ പിന്നീട് നരോത്തമന് ലോകനാഥ് ഗോസ്വാമിക്ക് സേവനം ചെയ്തുകൊണ്ടിരുന്നു. ഇതുപോലെ തന്നെയാണ് ശ്രീല പ്രഭുപാദരുടെ ഗുരുവായ ഭക്തി സിദ്ധാന്ത സരസ്വതി ഠാക്കൂറിനും ദീക്ഷ കിട്ടിയത്. സ്വന്തം പിതാവായ ഭക്തി വിനോദ ഠാക്കൂർ ഉണ്ട്, അദ്ദേഹത്തിന് ദീക്ഷ കൊടുക്കാവുന്നതേ ഉള്ളൂ, പക്ഷെ അദ്ദേഹം കൊടുത്തില്ല. അദ്ദേഹം തൻ്റെ മകനോട് പറഞ്ഞു, നീ ഗൗരകിഷോർദാസ് ബാബാജിയുടെ കയ്യിൽ നിന്നും ദീക്ഷ വാങ്ങിക്കണം. ഇതുപോലെ തന്നെ ഗൗരകിഷോർദാസ് ബാബാജി ആർക്കുമേ ദീക്ഷ കൊടുക്കില്ല, ആരെയും ശിഷ്യനായിട്ട് സ്വീകരിക്കില്ല എന്ന് സത്യപ്രതിജ്ഞ ചെയ്ത വ്യക്തിയാണ്. അപ്പൊ എന്ത് ചെയ്യും? ഭക്തിവിനോദ ഠാക്കൂർ ആണെങ്കിൽ ഭക്തി സിദ്ധാന്ത സരസ്വതി ഠാക്കൂറിനോട് പറഞ്ഞു, അദ്ദേഹത്തിൽ നിന്നല്ലാതെ വേറെ ആരിൽ നിന്നും ഞാനും തരില്ല ദീക്ഷ, വേറെ ആരിൽ നിന്നും ദീക്ഷ വാങ്ങിക്കാനും പറ്റില്ല, നീ അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് തന്നെ ദീക്ഷ വാങ്ങിക്കണം. അപ്പൊ ഇതേപോലെ ഭക്തി സിദ്ധാന്ത സരസ്വതി ഠാക്കൂർ ഗൗരകിഷോർദാസ് ബാബാജിയുടെ പിന്നാലെ നടന്ന് കുറെ കഴിഞ്ഞിട്ടാണ് ഗൗരകിഷോർദാസ് ബാബാജി സന്തുഷ്ടനായിട്ട് അദ്ദേഹത്തിന് ദീക്ഷ കൊടുക്കും. ഇവിടെയും അത് തന്നെയാണ് സംഭവിച്ചത്. അപ്പം നിത്യാനന്ദ പ്രഭു വന്ന സ്വപ്നത്തിൽ വന്ന് ആ ദർശനം കൊടുത്ത് അനുഗ്രഹിച്ചത് കൊണ്ടാണ് നരോത്തമന് ലോകനാഥ ഗോസ്വാമിയിൽ നിന്ന് ദീക്ഷ കിട്ടാൻ സാധിച്ചത്, ഇല്ലെങ്കിൽ കിട്ടില്ലായിരുന്നു. അപ്പൊ ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്
എന്താണ്, നമുക്ക് ഭഗവാനുമായിട്ട് ഡയറക്റ്റ് ആയിട്ട് കോണ്ടാക്ട് ചെയ്യാൻ നമുക്ക് അതിനുള്ള യോഗ്യതയില്ല. ഒരു തരത്തിലും നമുക്കതിന് അർഹതയില്ല. അതുപോലെ ഒരു ഗുരു വേണം നമ്മളുടെ ഇടയിൽ. ഈ ഗുരുവിന്, ഭഗവാനും നമ്മളുടെ ഇടയിൽ ഗുരു എന്ന് പറയുന്ന ഒരു മാധ്യമം വേണം. ഒരു ട്രാൻസ്പെറന്റ് വയ മീഡിയം വേണം. എങ്കിൽ മാത്രമേ നമുക്ക് ഭഗവാന്റെ കൃപ നമുക്ക് കിട്ടുള്ളൂ. ഗുരുവിൽ കൂടി മാത്രമേ നമുക്ക് ഭഗവത് കൃപ കിട്ടാന് കാരണം ആവുകയുള്ളൂ. അല്ലാതെ നമ്മൾ എത്രയൊക്കെ ശ്രമിച്ചാലും, നമ്മൾ എത്രയൊക്കെ നാമം ജപിച്ചാലും ഒരു പ്രയോജനവും കിട്ടില്ല. ഗുരുവിനെ സ്വീകരിക്കാതെ നമുക്ക് ഭക്തി മാർഗത്തില് മുന്നോട്ട് പോകാൻ ഒരിക്കലും സാധിക്കില്ല. അതിന് നിത്യാനന്ദ പ്രഭുവിന്റെ കൃപ വേണം, മേഴ്സി വേണം. എങ്കിലേ നമുക്ക് നമ്മളുടെ ജീവിതത്തിൽ ഒരു ഗുരുവിനെ നമുക്ക് സ്വീകരിക്കാൻ സാധിക്കുള്ളൂ എന്ന് നമ്മൾ ഇതിൽ നിന്ന് നമ്മൾ വ്യക്തമായിട്ട് മനസ്സിലാക്കണം. അപ്പൊ അങ്ങനെ നരോത്തമന് ലോക്നാഥ് ഗോസ്വാമി തിരുനാമത്തിന്റെ മഹത്വമൊക്കെ പഠിപ്പിച്ചു കൊടുത്തു. 1,00,000 തവണ ദിവസവും നരോത്തമന് തിരുനാമം ജപിക്കുമായിരുന്നു. ബാക്കിയുള്ള സമയം ലോകനാഥ ഗോസ്വാമിയെ സേവിക്കും. പിന്നെ ജീവ ഗോസ്വാമിയുടെ അടുത്ത് പോയിട്ട് ശാസ്ത്രങ്ങളൊക്കെ പഠിച്ചെടുക്കും. ഇതായിരുന്നു നരോത്തമന്റെ ഡെയിലി റൊട്ടീൻ എന്ന് പറയുന്നത്. അപ്പൊ ഇങ്ങനെ വൃന്ദാവനത്തില് താമസിച്ചുകൊണ്ടിരിക്കുമ്പോൾ രാധാറാണി സ്വപ്നത്തിൽ വന്നിട്ട് രാധാറാണി നരോത്തമനോട് പറയും. കാരണം ചെമ്പകമഞ്ചരിയാണ് നരോത്തം ദാസ് ഠാക്കൂർ. അപ്പം വന്നു പറയും. അപ്പൊ രാധാറാണിക്ക് നരോത്തമന്റെ ആ സേവനം, തന്റെ ആചാര്യനോട് തന്റെ ഗുരുവിനെ സേവിക്കുന്നത് കണ്ടിട്ട് രാധാറാണിക്ക് വളരെയധികം സന്തോഷമാകും. അങ്ങനെ രാധാറാണി സ്വപ്നത്തിൽ വന്നിട്ട് പറയും, ഇന്ന് അവിടെ ഗോലോകത്തില് കൃഷ്ണൻ വരും, ഇന്ന് ഉച്ചയ്ക്ക് ലഞ്ച് കഴിക്കാൻ കൃഷ്ണൻ ഉണ്ടാവും. അപ്പൊ എല്ലാവരും കൃഷ്ണന് വേണ്ടി നല്ല നല്ല വിഭവങ്ങൾ ഉണ്ടാക്കുന്ന തിരക്കിലാണ്. അപ്പം സ്ട്രീറ്റ് റൈസ് ആണ് ഉണ്ടാക്കുന്നത്. അത് ഉണ്ടാക്കുന്നത് ചെമ്പകലത മഞ്ചരിയാണ് ആ സ്വീറ്റ് റൈസ് ഉണ്ടാക്കുന്നത്. അപ്പൊ നീ ചെമ്പക മഞ്ചരിയാണ്, നീ ചെമ്പക മഞ്ചരി എന്ത് ചെയ്യണം, ഈ ചെമ്പകലത മഞ്ചരിയെ സഹായിക്കണം, പാല് തിളപ്പിച്ചു കൊടുക്കണം. അപ്പം ഈ നരോത്തമന്റെ ഗോലോകത്തിലെ ജോലി എന്ന് വെച്ചാൽ കഴിഞ്ഞാല് കൃഷ്ണന് വേണ്ടുന്ന പാല് തിളപ്പിച്ചു കൊടുക്കുകയാണ്. അതാണ് ചെമ്പകമഞ്ചരിയുടെ സർവീസ്. അത് നീ ചെയ്യണം എന്ന് രാധാറാണി പറയും. അങ്ങനെ അപ്പം നരോത്തം ദാസ് ഠാക്കൂർ മാനസപൂജ ചെയ്യും. ധ്യാനത്തിലിരുന്നിട്ട് ദിവസവും രാധാറാണിക്ക് മാനസപൂജ ചെയ്യാറുണ്ട്. അപ്പൊ അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് രാധാറാണി ദർശനം കൊടുത്തിട്ട് പറയുന്നത്. അപ്പം എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാല്, അപ്പം മാനസപൂജയായിട്ട് തന്നെ പാല് തിളപ്പിക്കുകയാണ് നരോത്തമൻ. അതായത് ചെമ്പകലത മഞ്ചരിയെ സഹായിക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ അന്നൊക്കെ വിറക് കത്തിച്ചിടാൻ വേണം പാലൊക്കെ തിളപ്പിക്കാൻ. ഇന്നത്തെ പോലെ ഗ്യാസ് ഇല്ല. അപ്പൊ വിറക് കത്തിച്ച് അപ്പൊ വേഗം തിളച്ചു തൂവും പാല്. എന്തോ അശ്രദ്ധ കൊണ്ടോ എന്തോ പാല് തിളച്ച് പുറത്തേക്ക് വീണു. പുറത്തേക്ക് വീഴുന്ന ശബ്ദം കേട്ടുകൊണ്ട് നരോത്തമൻ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ ആ കൈ കൊണ്ട് തന്നെ ആ കലം പിടിച്ച് താഴെ വെച്ചു. താഴെ വെച്ചപ്പോള് കൈ പൊള്ളിയപ്പോള് പെട്ടെന്ന് ആ ധ്യാനം വിട്ടുപോയി. ധ്യാനം വിട്ടു. ഇപ്പൊ വിരലിൽ നോക്കിയപ്പോ വിരലൊക്കെ ചുമന്നിരിക്കുകയാണ്. അപ്പൊ ആ ധ്യാനം മുറിഞ്ഞു. പക്ഷെ തന്റെ കൈ ചുവന്നിരിക്കുന്നത് കണ്ടു. അപ്പൊ മനസ്സിലായി, എന്റെ ധ്യാനം മുറിഞ്ഞു പോയല്ലോ, ഇനി എന്ത് ചെയ്യും. അങ്ങനെ അപ്പം എല്ലാവരും അറിഞ്ഞു ഈ വിവരം. ലോകനാഥ ഗോസ്വാമി, ജീവ ഗോസ്വാമി ഒക്കെ അറിഞ്ഞു ഈ വിവരം. അവർക്കെല്ലാം വളരെ സന്തോഷമായി. നമ്മളെ പോലെ അസൂയൊന്നുമില്ല അന്ന്. മറ്റൊരാൾക്ക് ഇങ്ങനെ സാക്ഷാത്കാരം കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അവർക്കൊക്കെ വളരെയധികം സന്തോഷമാണ്. അവരെല്ലാം അഭിനന്ദിച്ചു. ഇത്ര ചെറിയ പ്രായത്തിൽ നിനക്ക് രാധാറാണിയുടെ ദർശനം കിട്ടാനും ഇങ്ങനെ ഒരു വലിയ സേവനം ചെയ്യാനും ഒക്കെ നിനക്ക് സാധിച്ചല്ലോ. നിന്റെ ഭക്തി ഇതുപോലെ തന്നെ നീ മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് അവരെല്ലാം പറയുകയും ചെയ്തു. അങ്ങനെ അവരെല്ലാം സന്തോഷിക്കുകയും ചെയ്തു. അപ്പം നരോത്തമൻ തന്റെ ഈ മാനസിക പൂജ തുടർന്നുകൊണ്ടേയിരുന്നിരുന്നു. അപ്പൊ അതിങ്ങനെ കുറെ കഴിഞ്ഞപ്പോള് ജീവ ഗോസ്വാമി അപ്പം എന്തു ചെയ്തു, നരോത്തം ദാസ് ഠാക്കൂറിന്റെ ഈ പ്രാവീണ്യം കണ്ടിട്ട്, അതുപോലെ തന്നെ ശാസ്ത്രങ്ങളൊക്കെ വളരെ വേഗം പഠിച്ചെടുക്കുകയും മറ്റുള്ളവർക്ക് അത് പറഞ്ഞു കൊടുക്കാനും ഒക്കെ തുടങ്ങി. അപ്പം നരോത്തമന്റെ ഈ ബുദ്ധിവൈഭവവും സാമർഥ്യവും കണ്ടിട്ട്
ജീവ ഗോസ്വാമി നരോത്തം ദാസ് ഠാക്കൂറിനെ ഠാക്കുറ മഹാശയ എന്ന് വിളിച്ചു. അങ്ങനെ വിളിക്കാൻ തുടങ്ങി, ഠാക്കുറ മഹാശയ എന്ന്. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം ഇവരെ മൂന്ന് പേരെയും, ശ്രീനിവാസ ആചാര്യരെയും ശ്യാമാനന്ദ പണ്ഡിറ്റിനെയും നരോത്തമദാസ് ഠാക്കൂറിനെയും വിളിച്ചിട്ട് ആ വ്രജത്തിലുണ്ടായിരുന്ന എല്ലാവരെയും വിളിച്ചു കൂട്ടി അവരുടെ മുന്നിൽ വെച്ചിട്ട് ഇവരെ മൂന്ന് പേരെയും ബുക്കുകൾ കൊണ്ടുപോയിട്ട്, ഷഡ് ഗോസ്വാമിമാരുടെ ബുക്കുകൾ അത് കൊണ്ടുപോയിട്ട് ബംഗാളിലുടനീളം വിതരണം ചെയ്യണം. ആ ഉത്തരവാദിത്വം ഇവരെ ഏൽപ്പിച്ചു. അപ്പം ആദ്യത്തെ ബുക്ക് വിതരണം തുടങ്ങി വെച്ചവർ ഇവര് മൂന്ന് പേരുമാണ്, ശ്രീനിവാസ ആചാര്യര്, ശ്യാമാനന്ദ പണ്ഡിറ്റ്, നരോത്തമദാസ് ഠാക്കൂർ. ബുക്ക് ഡിസ്ട്രിബ്യൂഷൻ തുടങ്ങിയത് ഇവരാണ് ആദ്യം തുടങ്ങി വെച്ചത്. അപ്പൊ ആ കഥ കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞതാണ്, അതുകൊണ്ട് വീണ്ടും ഇവിടെ ആവർത്തിക്കുന്നില്ല. ആ ബുക്കുകൾ നഷ്ടപ്പെട്ടപ്പം ഇവരെല്ലാം അവിടെ വിഷ്ണുപൂരില് അവിടെ എല്ലാം അന്വേഷിച്ച് നടന്നത്. ബീർഹാംബീർ എന്ന രാജാവാണ് അത് കൊള്ളയടിച്ചത്. അപ്പം കുറച്ച് ദിവസം കഴിഞ്ഞപ്പോ ശ്രീനിവാസാചാര്യര് ശ്യാമാനന്ദ പണ്ഡിറ്റിനെയും നരോത്തമദാസ് ഠാക്കൂറിനെയും അവരവരുടെ സ്ഥലങ്ങളിലേക്ക് പോകാനായിട്ട് പറഞ്ഞു. ശ്യാമാനന്ദ പണ്ഡിറ്റ് ഒറീസയിലേക്ക് പോയി, നരോത്തമന് ഖേത്തുരി ഗ്രാമത്തിലേക്ക് മടങ്ങി. അവിടെ മഹാപ്രഭുവിന്റെ നിർദ്ദേശം അനുസരിച്ചിട്ട് അവിടെ ഭക്തി പ്രചരിപ്പിക്കാനുള്ള ജോലിയിൽ ഇവര് രണ്ടുപേരും ഏർപ്പെട്ടു. ശ്രീനിവാസ ആചാര്യര് അവിടെ തന്നെ തങ്ങി. പിന്നീട് ബുക്ക് വീണ്ടും കിട്ടിയപ്പോൾ ഇവരെ വിവരം അറിയിച്ചു, ഇങ്ങനെ ബുക്ക് തിരിച്ചു കിട്ടി. അപ്പൊ ജീവ ഗോസ്വാമി വൃന്ദാവനത്തിൽ വളരെയധികം ദുഃഖിതനായിട്ടിരിക്കുകയാണ്. ആത്മഹത്യ ചെയ്യണോ വേണ്ടയോ എന്ന് ഇങ്ങനെ എല്ലാവരും ആശയക്കുഴപ്പത്തിലാണ്. കാരണം നഷ്ടപ്പെട്ടത് വെറും ഗ്രന്ഥങ്ങളല്ല, ഷഡ് ഗോസ്വാമിമാരുടെ പ്രധാനപ്പെട്ട ഗ്രന്ഥങ്ങളാണ് നഷ്ടത്. അതൊരിക്കലും നഷ്ടപ്പെടാൻ പാടില്ല. ബുക്കുകൾ ഉണ്ടെങ്കിൽ മാത്രമേ ഭാവിയിൽ തലമുറയ്ക്ക് അത് ഗുണപ്രദമാകുകയുള്ളൂ. കൃഷ്ണഭക്തി കിട്ടണമെങ്കിൽ അത് മഹാപ്രഭു പ്രത്യേകം പറഞ്ഞ് ഏൽപ്പിച്ചതാണ്. ബുക്ക് വിതരണം നടത്തണം, ബംഗാളിലുടനീളം ഭക്തി പ്രചരിപ്പിക്കണം എന്നൊക്കെ പറഞ്ഞ് ഏൽപ്പിച്ചതാണ്. അപ്പൊ അത് സാധിക്കില്ലല്ലോ എന്നൊരു സങ്കടമായിരുന്നു ഇവർക്കെല്ലാവർക്കും. അപ്പൊ അങ്ങനെ ഇരിക്കെ ആ ബുക്കുകളുടെ പേര് ഞാൻ പറഞ്ഞു, ഭക്തിരസാമൃത സിന്ധു. പിന്നെ ഒരു പേര് പറയാൻ വിട്ടുപോയത് ഉജ്ജ്വല നീലമണി. അത് രാധാകൃഷ്ണന്മാരുടെ പാസ്റ്റ് ടൈംസ് ആണ് ആ ബുക്കിലുള്ളത്. പിന്നെ വിദഗ്ധ മാധവ, ലളിത മാധവം, ഈ രണ്ട് നാടകങ്ങള് രൂപ ഗോസ്വാമിയുടേതാണ്. അത് വിദഗ്ധ മാധവം, ലളിത മാധവം ഒന്ന് രാധാകൃഷ്ണ ലീലകളെ വിവരിക്കുന്നതാണ്, ഒന്ന് ദ്വാരകയിലെ പാസ്റ്റ് ടൈംസ്. അതായത് ശ്രീകൃഷ്ണ ഭഗവാനും പേര് വിട്ടുപോകുന്നു, സത്യഭാമ, ശ്രീകൃഷ്ണ ഭഗവാനും സത്യഭാമയും തമ്മിലുള്ള ലീലകളാണ് ഒരു ബുക്കില്. അത് സത്യഭാമ നേരിട്ട് വന്ന് നിർദ്ദേശം കൊടുത്തതാണ് രൂപ ഗോസ്വാമിക്ക്. ഞങ്ങൾ തമ്മിലുള്ള ലീലകളെ കുറിച്ചും കൂടി എഴുതണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ എഴുതിയതാണ് വിദഗ്ധ മാധവം. ഒന്ന് കൃഷ്ണ ലീലകള്, പിന്നൊന്ന് ദ്വാരകയിലെ പാസ്റ്റ് ടൈംസ്. അങ്ങനെ രണ്ട് ഗ്രന്ഥങ്ങള്. പിന്നെ ഹരിഭക്തി വിലാസം, ഷഡ് സന്ദർഭം, അതും രൂപ ഗോസ്വാമിയുടേതാണ്. പിന്നെ ശ്രീ ചൈതന്യ ചരിതാമൃതം. ഇത്രയും വളരെ പ്രധാനപ്പെട്ട ഗ്രന്ഥങ്ങളായിരുന്നു ആ വണ്ടിയില്. അപ്പൊ അതെല്ലാം തിരിച്ചു കിട്ടി. അപ്പോൾ ഇവരെ രണ്ടുപേരെയും തിരിച്ച് ബംഗാളിലേക്ക് വിളിച്ചു. അങ്ങനെ അവര് അവിടെ എല്ലാം ബുക്ക് വിതരണം ചെയ്യാൻ തുടങ്ങി. അന്നൊക്കെ ഇതിന്റെ കോപ്പികൾ എഴുതിയെടുക്കണം. ഇന്നത്തെ പോലെ പ്രിന്റ് ചെയ്യാൻ പറ്റില്ല, അന്ന് പ്രിന്റിംഗ് ഒന്നുമില്ല. എല്ലാം കൈകൊണ്ട് എഴുതിയെടുക്കുകയാണ് ചെയ്യുന്നത്. അത് തന്നെ മഹത്തായിട്ടുള്ള ഒരു സേവനമാണ്. എല്ലാവരും കുത്തിയിരുന്ന ഗ്രന്ഥങ്ങൾ ആൾക്കാരെ വെച്ചിട്ട് എഴുതിച്ചിട്ട് അത് വിതരണം ചെയ്യുകയായിരുന്നു അന്ന് നടന്നുകൊണ്ടിരുന്നത്. എന്നിട്ട് ഇവരെല്ലാവരും കൂടി ബംഗാളിലുടനീളം, അന്ന് ബംഗാളിലെല്ലാം തന്നെ ഗൗഡിയ വൈഷ്ണവരായിരുന്നു. അവരുടെ ഇടയിൽ ഈ ബുക്കുകൾ വിതരണം ചെയ്ത് അവര് എല്ലാവരും ആ ഭക്തിയിലെ മുഴുകിയാണ് തങ്ങളുടെ ജീവിതം കഴിച്ചുകൂട്ടിയിരുന്നത്. അങ്ങനെ എല്ലാവരെയും വൈഷ്ണവരാക്കി മാറ്റി. പിന്നീട് നരോത്തമദാസ് ഠാക്കൂർ ഖേത്തുരി ഗ്രാമത്തിലേക്ക് മടങ്ങിയിട്ട് അവിടെ പ്രചാരണം നടത്താൻ തീരുമാനിക്കും. അങ്ങനെ ഖേത്തുരി ഗ്രാമത്തിൽ വരും. അപ്പൊ ലോകനാഥ ഗോസ്വാമിയുടെ നിർദ്ദേശം അനുസരിച്ചിട്ട് ഖേത്തുരി ഗ്രാമത്തില് 6 ഡേറ്റുകൾ പ്രതിഷ്ഠിക്കാന് തീരുമാനിക്കും. അതിൻ്റെ ഇടയില് മഹാപ്രഭു കടന്നുപോയിട്ടുള്ള സ്ഥലങ്ങളെല്ലാം സന്ദർശിക്കണമെന്ന് നരോത്തമദാസ് ഠാക്കൂറിന് ആഗ്രഹം ഉണ്ടാകും. അങ്ങനെ നരോത്തമദാസ് ഠാക്കൂർ മായാപൂരില്, നവദ്വീപിലൊക്കെ വന്ന്
അവിടെ അപ്പൊ ഈശാന ഠാക്കൂർ മാത്രമേ ഉള്ളൂ. ശശി മാതയും വിഷ്ണുപ്രിയ മാതാജിയും ഒക്കെ ഭൗതിക ലോകം വിട്ടുപോയിരുന്നു. പിന്നെ ശുക്ലാംബര ബ്രഹ്മചാരിയുണ്ട്, ശ്രീവാസ പട്ടേലിന്റെ സഹോദരനായ ശ്രീപതി, ശ്രീനിധി ഇവരൊക്കെ ഉണ്ട്. പിന്നെ അംബിക ഖൽനയിൽ വരും, അവിടെ ഉള്ളവരെയൊക്കെ സന്ദർശിക്കും. ഗൗഡിദാസ പണ്ഡിതനുണ്ട്, അദ്ദേഹത്തെ സന്ദർശിക്കും. പിന്നെ ശാന്തിപൂരി വരുമ്പോ അദ്വൈതാചാര്യരുടെ മക്കളുണ്ട്, അവരെ കാണും. പിന്നെ അവിടെ നിന്നും സപ്തഗ്രാമിൽ വരും, ഖർദയിൽ വരും. ഖർദയിൽ വരുമ്പോ ജാനവ മാതയുണ്ട്, നിത്യാനന്ദ പ്രഭുവിന്റെ പത്നിമാരായ ജാനവ മാതയും വസുധയും ഉണ്ട്. പിന്നെ മകനായിട്ടുള്ള വീരചന്ദ്ര പ്രഭു ഉണ്ട്, മകള് ഗംഗാ മാതയും ഉണ്ട് അവിടെ. അവരെയൊക്കെ കാണും. ഉദ്ധാരണ ദത്തയെ കാണും. പിന്നെ കാനാകുലയിൽ വരും, അവിടെ വന്നിട്ട് അവിടെ നിന്ന് വീണ്ടും പരമേശ്വരദാസ് ഠാക്കൂറിനെ കാണും. അങ്ങനെ സീനിയർ ആയിട്ടുള്ള വൈഷ്ണവരെയൊക്കെ കണ്ട് അവരുടെയൊക്കെ അനുഗ്രഹങ്ങൾ വാങ്ങി ജഗന്നാഥപുരിയിൽ വരും. ജഗന്നാഥപുരിയിൽ വന്നിട്ട് ഗോപിനാഥ ആചാര്യയുണ്ട്, കാനായി താക്കുറയുണ്ട്, അവരെയൊക്കെ കണ്ടിട്ട് പിന്നെ എങ്ങോട്ട് പോകും? പിന്നെ വീണ്ടും ബംഗാളിലേക്ക് പോകും. ബംഗാളിലേക്ക് പോയി ശ്രീഖണ്ഡയിലേക്ക് ജാജിഗ്രാമിൽ വരും, കട്ടുവായിൽ വരും. അങ്ങനെ അവിടെ വന്നിട്ട് രഘുനന്ദനുണ്ട്, ശ്രീനിവാസാചാര്യര്, ഇവരെയെല്ലാം കാണും. അങ്ങനെ ഖേത്തുരി ഗ്രാമത്തിൽ വീണ്ടും എത്തും. വീണ്ടും എത്തി തൻ്റെ അമ്മയെ കാണും. അപ്പൊ കുറെ നാളായി അമ്മയെ പിരിഞ്ഞിട്ട്, അമ്മയെ കാണും. ഇതിന്റെ ഇടയിൽ അച്ഛൻ മരിക്കും. പിന്നീട് ലോകനാഥ ഗോസ്വാമിയുടെ നിർദ്ദേശം അനുസരിച്ചിട്ട് അവിടെ 6 ഡെയിറ്റികൾ, മൂർത്തികളെ, വിഗ്രഹങ്ങളെ പ്രതിഷ്ഠിക്കാനായിട്ട് അതിനുള്ള ഒരുക്കങ്ങൾ തുടങ്ങും. അവിടെ ക്ഷേത്രം ഉണ്ടാക്കി അവിടെ 6 വിഗ്രഹങ്ങളെയും പ്രതിഷ്ഠിക്കും. അത് ഗൗരംഗ, വല്ലവീകാന്ത, വ്രജമോഹന, ശ്രീകൃഷ്ണ, രാധാകാന്ത, രാധാരമണ, ഇങ്ങനെ 6 ഡെയിറ്റിയാണ്. 6 ഡെയിറ്റിയും അതുപോലെ തന്നെ അവിടെ പ്രതിഷ്ഠിക്കും. അതിൻ്റെ ഇടയിൽ വളരെ രസകരമായിട്ടുള്ള ഒരു സംഭവം നടക്കുന്നുണ്ട്. അതായത് ഗോപാൽപൂരില് ഒരു വിപ്രദാസൻ എന്ന് പറയുന്ന ഒരു ബ്രാഹ്മണൻ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ വീട്ടില് അറയുണ്ട്. പണ്ട് കാലത്ത് നമ്മളുടെ നാട്ടിലൊക്കെ ഉണ്ട് അറകൾ. പത്തായം അറ എന്ന് വെച്ചാല് നെൽകൃഷി കഴിഞ്ഞിട്ട് നെല്ല് സൂക്ഷിക്കാനായിട്ട് അറകളും പത്തായപ്പുരയും ഒക്കെ ഉണ്ടായിരുന്നു. എല്ലാ വീടുകളിലും ഉണ്ടായിരുന്നു പണ്ട് കാലത്ത്. അതുപോലെ ഈ വിപ്രദാസിന്റെ ഭവനത്തിലും ധാരാളം അറകളുണ്ട്. അപ്പൊ ശ്രീ ചൈതന്യ മഹാപ്രഭു തന്റെ ഡെയിറ്റിയും തന്റെ അർച്ചാ വിഗ്രഹവും അതുപോലെ തന്നെ വിഷ്ണുപ്രിയ മാതയുടെ ഒരു അർച്ചാ വിഗ്രഹവും പത്മാ നദിയിൽ നിക്ഷേപിച്ചു. അത് എങ്ങനെയോ വെള്ളപ്പൊക്കത്താലോ കാലക്രമേണ അത് വിപ്രദാസിന്റെ ഭവനത്തിലുള്ള അറയിൽ വന്നു പെട്ടു. അപ്പം അതിന് കാവലായിട്ട് ഒരു വിഷസർപ്പം, ഭയങ്കര വിഷമുള്ള ഒരു വിഷസർപ്പം അറയിലുണ്ട്. അപ്പൊ അത് കാരണം ആരും, ആ വീട്ടിലുള്ളവര് തന്നെ അറയിലേക്ക് കടക്കില്ല. അപ്പം മഹാപ്രഭു വന്ന് ഈ നരോത്തമിന്റെ സ്വപ്നത്തിൽ വന്ന് പറയും, ഇങ്ങനെ എന്റെയും വിഷ്ണുപ്രിയയുടെയും അർച്ചാവിഗ്രഹം ഇങ്ങനെ വിപ്രദാസന്റെ ഭവനത്തിൽ വന്ന് പെട്ടിട്ടുണ്ട്, അത് നീ പോയി എടുക്കണം എന്ന് പറയും. അപ്പം നരോത്തമന് യാതൊരു ഭയവും കൂടാതെ വിപ്രദാസന്റെ ഭവനത്തിൽ വരും. അപ്പൊ ആൾക്കാർ പറയും അങ്ങോട്ട് പോകരുത്, അവിടെ വിഷസർപ്പം വേണ്ട, അറയിൽ കയറാൻ പാടില്ല എന്നൊക്കെ വിലക്കും. പക്ഷെ അദ്ദേഹം അത് കൂട്ടാക്കാതെ ഭവനത്തിൽ വന്നിട്ട് വിപ്രദാസനോട് കാര്യങ്ങൾ പറയും. അപ്പൊ വിപ്രദാസ പറയും അതിൻ്റെ ഒരു വിഷസർപ്പം കാവലുണ്ട് എന്ന് പറയും. പക്ഷെ നരോത്തമൻ അത് വകവയ്ക്കാതെ അറയിലേക്ക് ഇറങ്ങുന്ന സമയത്ത് ആ വിഷസർപ്പം പുറത്തേക്ക് എഴഞ്ഞു പോകും. ആരെയും ഉപദ്രവിക്കില്ല. ആൾക്കാർ ഇത് കണ്ടുകൊണ്ട് നിൽക്കുകയാണ്. അറയിൽ നിന്നിറങ്ങി ആ വിഗ്രഹം എടുത്തിട്ട് പുറത്തു വരും. പുറത്തു വന്നുമ്പോൾ ആ വിഗ്രഹം കയ്യിലെടുത്തുകൊണ്ടാണ് വരിക. പുറത്തു വരുമ്പോൾ എന്ത് ചെയ്യും? ആ വിഗ്രഹം ആ ശരിയായിട്ടുള്ള രൂപം കൊണ്ട് നരോത്തമന്റെ മടിയിൽ, എല്ലാവരെയും കാണുക നരോത്തമന്റെ മടിയിൽ വന്നിരിക്കും. പിന്നീട് ആ വിഗ്രഹം പ്രതിഷ്ഠിക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഇതിനിടയില് ജാഹ്നവി മാത, നിത്യാനന്ദ പ്രഭുവിന്റെ പത്നിയായ ജാഹ്നവി മാത നരോത്തമനെ വിളിച്ചിട്ട് പറയും, ഖേതുരി ഗ്രാമത്തില് ഒരു ഉത്സവം സംഘടിപ്പിക്കണം. അതായത് ഗൗരപൂർണിമ ഫെസ്റ്റിവല് സംഘടിപ്പിക്കണം. മഹാപ്രഭു ഭൗതിക ലോകം ഉപേക്ഷിച്ചിട്ട് 1 വർഷമാകുന്നു. അപ്പൊ ഗൗരപൂർണിമ ദിനത്തിലാണ് മഹാപ്രഭു ഈ ഭൗതിക ലോകത്തിൽ അവതരിച്ചത്. അപ്പൊ അത് ഗൗരപൂർണിമ ഫെസ്റ്റിവൽ വളരെ കെങ്കേമമായിട്ട് ആഘോഷിക്കണം. അതിനുള്ള എല്ലാ ഏർപ്പാടുകളും നീ ചെയ്യണം. എല്ലാ ഗൗഡിയ വൈഷ്ണവരെയും, ലോകമെമ്പാടുമുള്ള ഗൗഡിയ വൈഷ്ണവരെയൊക്കെ വിളിച്ചു വരുത്തണം. വളരെ ആഘോഷപൂർവ്വം നമുക്കത് പൊടിപൊടിക്കണം എന്ന് ജാഹ്നവി മാത
നരോത്തമനോട് നിർദ്ദേശിക്കും. നരോത്തമൻ എല്ലാവരെയും വിവരം അറിയിക്കും. കാരണം നരോത്തമന്റെ അച്ഛന്റെ സഹോദരൻ പുരുഷോത്തമ ദത്ത ജന്മിയാണ് ഇപ്പോഴും അവിടുത്തെ. അപ്പം മറ്റു കാര്യങ്ങൾക്കൊന്നും ഒരു ബുദ്ധിമുട്ടും ഇല്ല. അപ്പൊ അതിനായിട്ടുള്ള സ്ഥലം എടുക്കാനും മറ്റേ എല്ലാവർക്കും പ്രസാദം വിതരണം ചെയ്യാനും അതിനുള്ള ചെലവുകൾ വഹിക്കാനും ഒന്നും ഒരു ബുദ്ധിമുട്ടും ഇല്ല. അപ്പൊ അങ്ങനെ നരോത്തമൻ അതിന് വേണ്ടുന്ന എല്ലാ ഏർപ്പാടും പുരുഷോത്തമ ദത്തയുടെ സഹായത്താല് അതിന് വേണ്ടുന്ന എല്ലാ ഏർപ്പാടുകളും ചെയ്യും. വരുന്ന ആൾക്കാർക്കൊക്കെ ഒരു ബുദ്ധിമുട്ടും കൂടാതെ അവർക്ക് താമസിക്കാനുള്ള ഇടങ്ങൾ ഒരുക്കുകയും അവർക്ക് പ്രസാദത്തിന് വേണ്ടുന്ന എല്ലാ ഏർപ്പാടുകളും ചെയ്യുകയും അതുപോലെ തന്നെ വരുന്നവരെ പത്മാനദിയുടെ അക്കരെയാണ് എത്തുക. ഈ നദി കടന്നു വേണം ഇക്കരെ ഈ ഗ്രാമത്തിലെ ഖേത്തരി ഗ്രാമത്തിൽ എത്താനായിട്ട്. ഇന്നും നമുക്കറിയാം ബംഗാളിലൊക്കെ ധാരാളം നദികളുണ്ട്. ഗംഗാ നദിയുണ്ട്. ഒക്കെ വെള്ളപ്പൊക്കം ഇവിടെ നിത്യ സംഭവമാണ് ബംഗാളില്. അപ്പൊ എല്ലാവരും ഇക്കരെ എത്തിക്കുന്ന ജോലി ഗൗഡിദാസ പണ്ഡിതനെ ഏറ്റെടുത്തു. അങ്ങനെ എല്ലാവരും അവിടെ എത്തി. വളരെ ജാനവി മാത, ശ്രീനിവാസാചാര്യര്, ശ്യാമാനന്ദ പണ്ഡിറ്റ് ഇവരെല്ലാം എത്തി. ശ്രീനിവാസാചാര്യരുടെ സഹോദരന്മാര്, അങ്ങനെ രാമചന്ദ്ര കവിരാജ് ഇവരെല്ലാം എത്തി അവിടെ. ഇവരെല്ലാം എത്തി. എല്ലാവരും തന്നെ വളരെ കേമമായിട്ട് ആ സങ്കീർത്തനം പൊടിപൊടിക്കുകയാണ് അവിടെ. മാധവാചാര്യന്, മീനകേതന രാമദാസ്, മുരാരി ചൈതന്യദാസ് ഇവരെല്ലാം എത്തി. ഇവരെല്ലാം വൃന്ദാവനദാസ് ഠാക്കൂർ ഇവരൊക്കെ ഉണ്ട്. അച്യുതാനന്ദന്, ഇവരെല്ലാം രഘുനന്ദന ആചാര്യര് ഇവരെല്ലാം ഉണ്ട് അവിടെ. ഇവരെല്ലാം കൂടി വളരെ കെങ്കേമമായിട്ട് കീർത്തനം ചെയ്യാൻ തുടങ്ങി. ആ ഗ്രാമം മുഴുവൻ, ആ ഗ്രാമത്തിൽ മാത്രമല്ല സമീപമുള്ള ഗ്രാമങ്ങളിലൊക്കെ ഈ സങ്കീർത്തനത്തിന്റെ മൃദംഗത്തിന്റെയും കരതാളിന്റെയും ശബ്ദം കൊണ്ട് മുഖരിതമായ പ്രദേശങ്ങളെല്ലാം തന്നെ ഈ ശബ്ദം കേൾക്കുന്നവരെല്ലാം അവിടെ ഓടിയെത്തുകയാണ്. അങ്ങനെ എല്ലാവരും കൂടി ചേർന്ന് ലക്ഷക്കണക്കിന് ആൾക്കാർ ആ ഗ്രാമത്തിൽ ഒത്തുകൂടി വളരെ കെങ്കേമമായിട്ട് സങ്കീർത്തനം പൊടിപൊടിക്കുകയാണ് എല്ലാവരും. അപ്പം ശ്രീനിവാസാചാര്യർ, നരോത്തമദാസ് ഠാക്കൂർ, ശ്യാമാനന്ദ പണ്ഡിറ്റ് അതുപോലെ തന്നെ ജാഹ്നവി മാത ഇവരൊക്കെ ഓടി നടന്ന് ഇവർക്ക് വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും എല്ലാ സൗകര്യങ്ങളും ഏർപ്പാടാക്കുകയും അവർക്ക് വേണ്ടുന്ന പ്രസാദത്തിന്റെ മേൽനോട്ടം വഹിക്കുകയും ആർക്കും ഒരു തരത്തിലും ഒരു ബുദ്ധിമുട്ടും വരാൻ പാടില്ല എന്നിവരെ തീരുമാനിച്ചിരുന്നു. അങ്ങനെ മഹാപ്രഭുവിന്റെ ആ ഗൗരപൂർണിമ വളരെ കെങ്കേമമായിട്ട് ആഘോഷിച്ചു. അങ്ങനെ അപ്പൊ ഈ തിരുനാമത്തിന്റെ വൈബ്രേഷൻ മുകളിൽ വരെ എത്തി. അപ്പൊ മഹാപ്രഭു, നിത്യാനന്ദ പ്രഭു എല്ലാവരും തന്നെ, രൂപ ഗോസ്വാമി, സനാതന ഗോസ്വാമി ഇവരൊക്കെ ഭൗതിക ലോകം വിട്ടു പോയവരാണ്. പക്ഷെ അവരൊക്കെ അവിടെ വന്ന് അവിടെ പ്രകടമായിട്ട് ഇവരോടൊപ്പം തന്നെ തിരുനാമം ജപിക്കുകയും നൃത്തം ചെയ്യുകയും ചെയ്തു. അപ്പം ശ്രീനിവാസ ആചാര്യർക്കും നരോത്തമദാസ് ഠാക്കൂറിന്റെ, ശ്യാമാനന്ദ പണ്ഡിറ്റിന്റെ ഒരു സ്വപ്നമായിരുന്നു രൂപ ഗോസ്വാമി, സനാതന ഗോസ്വാമി, നിത്യാനന്ദ പ്രഭുവിനെയും ശ്രീ ചൈതന്യ മഹാപ്രഭുവിനെയും നേരിട്ട് കാണണമെന്നുള്ളത്. പക്ഷെ ഇവർക്ക് ആർക്കും നേരിട്ട് ദർശനം എടുക്കാനുള്ള ഭാഗ്യം കിട്ടിയില്ല. പക്ഷെ അത് എന്നെന്നും ഇവരുടെ ഉള്ളിലും ഉണ്ടായിരുന്നു. പക്ഷെ ആ സങ്കടം ഇന്ന് തീർന്നു കിട്ടി. ഗൗരപൂർണിമ ദിവസം ഇവരെല്ലാം ഈ ഭൗതിക ലോകം ഉപേക്ഷിച്ചെങ്കിലും ഇവരൊക്കെ ഇവരുടെ മുന്നിൽ പ്രകടമായിട്ട് രൂപ ഗോസ്വാമി, സനാതന ഗോസ്വാമി, നിത്യാനന്ദ പ്രഭു, ശ്രീ ചൈതന്യ മഹാപ്രഭു ഇവർക്ക് ദർശനം കൊടുക്കുകയും ഇവരോടൊപ്പം തിരുനാമ ജപത്തിൽ പങ്കെടുക്കുകയും സങ്കീർത്തനം ചെയ്യുകയും നൃത്തം ചെയ്യുകയും ചെയ്തു. അങ്ങനെ ഇവരുടെ ആ സാന്നിധ്യം അനുഭവിക്കാൻ ഇവർക്ക് 3 പേർക്കും ഭാഗ്യമുണ്ടായി. അങ്ങനെ വളരെ വന്നവർക്കൊക്കെ എല്ലാം പ്രസാദം വിതരണം ചെയ്തു. അപ്പൊ ഈ രൂപ ഗോസ്വാമി ഇവരൊക്കെ ഇതെല്ലാം കഴിഞ്ഞ് അവരുടൻ തന്നെ അപ്രത്യക്ഷമാവുകയും ചെയ്തു. അപ്പൊ ഇവർക്കെല്ലാം എന്തെന്നില്ലാത്ത ഒരു ആനന്ദം അനുഭവപ്പെട്ടു. ജാനവാമാതയ്ക്ക്, നരോത്തമദാസ് ഠാക്കൂറിന്, ശ്രീനിവാസാചാര്യർ മുതലായവർക്കെല്ലാം. അപ്പൊ ഇതെല്ലാം കഴിഞ്ഞു. നരോത്തമദാസ് ഠാക്കൂറിന്റെ ഖ്യാതി ബംഗാളിലുടനീളം പരന്നു. അപ്പൊ അന്നുമുണ്ട് ഇതില് അസൂയുള്ളവര് അന്നുമുണ്ട്. അപ്പൊ അതിലൊരാള് നരോത്തമദാസ് ഠാക്കൂറിനെ അധിക്ഷേപിച്ചു. ഇവൻ കായസ്ഥ വിഭാഗത്തിൽപ്പെട്ടവനാണ്, ഇവൻ എങ്ങനെയാണ് ഭക്തി കിട്ടുക, ഇതൊക്കെ വെറും അഭിനയമാണ് എന്നൊക്കെ പറഞ്ഞ് പരിഹസിച്ചു, കളിയാക്കുകയൊക്കെ ചെയ്തു. അപ്പൊ അദ്ദേഹത്തിന് കുഷ്ഠരോഗം പിടിപെട്ടു. ഉടനെ തന്നെ ഇങ്ങനെ കളിയാക്കിയ ഉടൻ തന്നെ അദ്ദേഹത്തിന് കുഷ്ഠരോഗം പിടിപെടുകയും അപ്പൊ സ്വപ്നത്തില് ദുർഗ വന്നിട്ട് പറയും, നീ നരോത്തമൻ ആരാണെന്ന വിചാരിച്ചത്, ഗോലോകത്തിലെ ചെമ്പക മനുഷ്യരെയാണ്, അവൻ നിസ്സാരനല്ല ആള്.
അവൻ മഹാഭക്തനാണ്, ഭഗവാന്റെ ശുദ്ധഭക്തനാണ്, മഞ്ജരിയാണ്. നീ അദ്ദേഹത്തിന്റെ അടുക്കൽ പോയിട്ട് ക്ഷമ ചോദിക്കൂ. ക്ഷമ ചോദിച്ചെങ്കിൽ മാത്രമേ നിന്റെ അസുഖം ഇത് ഭേദമാകുള്ളൂ, ഇല്ലെങ്കിൽ ഇതുകൊണ്ട് നീ വഷളായി നീ മരണപ്പെടും എന്ന് പറഞ്ഞ അങ്ങനെ അടുത്ത ദിവസം ഈ വ്യക്തി അദ്ദേഹത്തിന്റെ അടുക്കൽ വന്ന് ക്ഷമ ചോദിക്കുകയും അദ്ദേഹത്തിന്റെ അസുഖം മാറാൻ കാരണമാകുകയും ചെയ്തു. അങ്ങനെ ഖേത്തുരി ഗ്രാമത്തിനും ലോക പ്രശസ്തി കിട്ടി. കാരണം അവിടെ വെച്ചിട്ടാണ് ആദ്യമായിട്ട് ഗൗരപൂർണിമ ആഘോഷം നടന്നത്. പിന്നീട് നരോത്തമന് ലോകനാഥ് ഗോസ്വാമിയുടെ നിർദ്ദേശം അനുസരിച്ചിട്ട് അവിടെ ബംഗാളിലുടനീളം കൃഷ്ണഭക്തി പ്രചരിപ്പിച്ചു. ബുക്കുകള് വിതരണം ചെയ്തു, എല്ലാവരെയും കൃഷ്ണഭക്തിയുടെ തത്വങ്ങൾ പഠിപ്പിച്ചു കൊടുത്തു. അങ്ങനെ ഇരിക്കെ രാമചന്ദ്ര കവിദാസൻ ഈ ഭൗതിക ലോകം ഉപേക്ഷിച്ചിട്ട് പോയി. അപ്പൊ ഇവര് 3 പേരും ഉറ്റ സുഹൃത്തുക്കളായിട്ട് മാറി. ആരൊക്കെ? ശ്രീനിവാസ ആചാര്യര്, രാമചന്ദ്ര കവിദാസ, നരോത്തം ദാസ് ഠാക്കൂർ. ഇവര് 3 പേരും ആത്മാർത്ഥ സുഹൃത്തുക്കളായിട്ട് മാറി. അപ്പൊ രാമചന്ദ്ര കവിദാസിന്റെ വിയോഗം നരോത്തം ദാസിനെ സഹിക്കാൻ പറ്റിയില്ല. ആ വിരഹത്താൽ എഴുതിയ കീർത്തനമാണ് ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു ദയാകരോ മോരെ. അതിൽ പറയുന്നുണ്ട്, രാമചന്ദ്ര സംഘമാകെ നരോത്തമ ദാസ, ആ സംഘം വിട്ടുപോയി, ആ ദുഃഖം എനിക്ക് സഹിക്കാൻ കഴിയുന്നില്ല എന്നതില് പറയുന്നുണ്ട്. അപ്പൊ ആ വിരഹം സഹിക്കാൻ വയ്യാതെ നരോത്തമന് തീരുമാനിച്ചു, ഞാൻ ഇനി ഭൗതിക ലോകത്തില് തുടരുന്നില്ല. അപ്പൊ അതിൻ്റെ ഇടയില് ശ്രീനിവാസ ആചാര്യരും പോയി. അപ്പൊ അതും കൂടി ആയപ്പോള് നരോത്തമന് ദുഃഖം ഒട്ടും സഹിക്കാൻ പറ്റാതെ അദ്ദേഹം തീരുമാനിച്ചു, ഇനി ഈ ഭൗതിക ലോകത്തിൽ എനിക്ക് ഇരിക്കണ്ട എന്ന് കരുതി തന്റെ ശിഷ്യരോട് പറഞ്ഞു, നാളെ രാവിലെ നമുക്ക് പത്മ നദിയിൽ കുളിക്കാൻ പോകണം, അതിനുള്ള ഏർപ്പാടുകൾ ചെയ്യണം. അങ്ങനെ അടുത്ത ദിവസം തന്റെ ശിഷ്യരെയും കൂട്ടി അദ്ദേഹം പത്മ നദിയിൽ വരും. പത്മ നദിയിൽ വന്ന് അവിടെ മുങ്ങിക്കുളിച്ച് അവിടെ നിന്ന് കീർത്തനം ചെയ്യും, നൃത്തം ചെയ്യും. അങ്ങനെ ആ സമയം തന്റെ ശിഷ്യരിൽ ഒരാളോട് പറയും, തന്റെ ആ ശരീരം ഇങ്ങനെ മസാജ് ചെയ്യാൻ പറയും. അവരിങ്ങനെ മസാജ് ചെയ്യും. പെട്ടെന്ന് ആ ശരീരത്തിന്റെ നിറം മാറും. പാൽ നിറമായിട്ട് ശരീരം ഉരുകി പാലിന്റെ രൂപത്തില് പത്മ നദിയിലെ വെള്ളത്തില് ലയിച്ച് ചേരുകയാണ് ചെയ്യുന്നത്. ആ വെള്ളത്തോട് ചേരും ആ ശരീരം. അങ്ങനെ നരോത്തമൻ ദാസ് ഠാക്കൂർ ഈ ഭൗതിക ലോകം ഉപേക്ഷിച്ചിട്ട് തന്റെ രാധാകൃഷ്ണന്മാരുടെ നിത്യലീലയില് പ്രവേശിക്കുകയാണ് ചെയ്യുന്നത്. അത് കാർത്തിക മാസത്തിലെ പഞ്ചമി ദിവസമാണ് നരോത്തമൻ ദാസ് ഠാക്കൂർ ഈ ഭൗതിക ലോകം ഉപേക്ഷിച്ചിട്ട് പോകുന്നത്. 1611 ഇഹലോകം അവസാനിപ്പിച്ചിട്ട്, ഇഹലോകത്തിലെ ലീലകൾ അവസാനിപ്പിച്ചിട്ട് ഭഗവാന്റെ രാധാകൃഷ്ണന്മാരുടെ നിത്യലീലയില് പ്രവേശിക്കുന്നത്. നമുക്കിന്നും അവിടെ ഖേത്തുരിയിൽ ചെന്ന് കഴിഞ്ഞാല് നമുക്ക് ഈ സ്ഥലങ്ങളെ പ്രേംതാലി എന്ന് പറയും. ശ്രീ ചൈതന്യ മഹാപ്രഭു ആ കൃഷ്ണപ്രേമം പത്മാനദിയില് സൂക്ഷിച്ചു വെച്ച സ്ഥലമാണ് പ്രേംതാലി. ആ സ്ഥലം നമുക്ക് കാണാൻ പറ്റും. അതുപോലെ തന്നെ ഭജനതാലി എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്. അവിടെ നരോത്തമന് അവിടെ ഇരുന്ന് ധ്യാനിച്ച സ്ഥലം, അവിടെ ഇരുന്നിട്ടാണ് ഭജൻസ് ഒക്കെ എഴുതിയത്. ആ സ്ഥലം ഭജനതാലി എന്നറിയപ്പെടും. ഇതൊക്കെ നമുക്ക് ഇന്ന് ബംഗ്ലാദേശില് ഖേത്തുരിയിൽ ചെന്ന് കഴിഞ്ഞാൽ ഇതൊക്കെ കാണാൻ സാധിക്കും. ഹരേ കൃഷ്ണ. ഈ പറയുന്നത് നിങ്ങളുടെ റെക്കോർഡ് ചെയ്യുന്നത് നിങ്ങൾ വീണ്ടും വീണ്ടും കേൾക്കണം. കാരണം ഇതൊക്കെ നമ്മളുടെ ആചാര്യന്മാരാണ്. ആചാര്യന്മാരെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടതാണ്. ആരെങ്കിലും നമ്മളോട് നാളെ ചോദിക്കുകയാണ്, നിങ്ങളുടെ ആചാര്യന്മാർ ആരൊക്കെയാണ്, അവരെങ്ങനെയൊക്കെ ഉള്ളവരായിരുന്നു, എങ്ങനെയാണ് അവർ കൃഷ്ണഭക്തി പ്രചരിപ്പിച്ചത് എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഉത്തരവില്ലാതെ വരരുത്. അതിനു വേണ്ടിയിട്ടാണ് ഞാൻ ഇതൊക്കെ പറയുന്നത്. അപ്പൊ ഇതൊക്കെ നിങ്ങൾ കേട്ട് മനസ്സിലാക്കി വെക്കുക. പ്രധാനപ്പെട്ട പോയിന്റ്സ് ഉണ്ടെങ്കിൽ അത് എഴുതി വെക്കുക. നിങ്ങൾക്ക് തന്നെ ഇടയ്ക്കിടയ്ക്ക് മറിച്ച് നോക്കിയാൽ അത് ഓർമ്മിച്ചെടുക്കാൻ സാധിക്കും. ഹരേ കൃഷ്ണ. അപ്പൊ അടുത്ത ആഴ്ച നമുക്ക് വേറൊരു ആചാര്യനെ കുറിച്ചിട്ട്, പ്രധാനപ്പെട്ട ആചാര്യന്മാരെ കുറിച്ച് മാത്രമേ ഞാൻ എടുക്കുന്നുള്ളൂ. പറയാനാണെങ്കിൽ കുറെ ഉണ്ട്, പക്ഷെ അത് വേണ്ട. നമുക്ക് അറിഞ്ഞിരിക്കേണ്ട അത്യാവശ്യം ആചാര്യന്മാരെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കാം.